കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാനക്കൂട്ടം. നേര്യമംഗലം റാണിക്കല്ലിന് സമീപമാണ് റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വാഹനത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, പറയൂ വിശദാംശങ്ങൾ. പാതയിൽ നേര്യമംഗലത്തിന് സമീപം റാണിക്കല്ലിൽ അല്പസമയം മുമ്പാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. സാധാരണ പെരിയാർ നദിയിൽ കുളിക്കാനും വെള്ളം കുടിക്കുവാനുമായി കാട്ടാനക്കൂട്ടം എത്താറുണ്ട്. പക്ഷേ ഇത്രയും അധികം കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുക. അതിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഇ.കെ. ബാബു എന്ന വ്യക്തി പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വനമേഖല ആയതുകൊണ്ട് തന്നെ അത്ര വ്യക്തമല്ല. പക്ഷേ 5ലധികം കാട്ടാനകളായിരുന്നു അതിലുണ്ടായിരുന്നത്. മറ്റ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിലൊരു വാഹനം ലൈറ്റ് അടിച്ചുകൊണ്ട് അതിലൂടെ മറികടക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആന പ്രകോപിതനായത്, ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ആ വാഹനത്തിന് നേരെ ഈ കാട്ടാന പാഞ്ഞെടുത്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുട്ടിയാനെ അടക്കം 5ലധികം കാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വനമേഖലയിലേക്ക് കയറിയെങ്കിൽ കൂടി ഈ ദേശീയപാതയോരത്ത് വീണ്ടും കാട്ടാനകൾ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പും അറിയിക്കുന്നുണ്ട്. അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ റാണിക്കല്ലിന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.